നമസ്കാരം. ഓട്ടം ടോക്കിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് സർവേകൾക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ രംഗത്തെത്തി. സർവേകൾ കോർപ്പറേറ്റുകൾക്കായുള്ള കർസേവയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് സർവേകൾക്ക് പിന്നിൽ സ്ഥാപിത താൽപര്യമോ എന്നാണ് ഓട്ടം ടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 0484170788. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യ വിഷൻ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനു വേണ്ടി ആദ്യഘട്ടത്തിൽ മുതിർന്ന പത്രപ്രവർത്തകൻ പി രാജൻ, ഒപ്പം തന്നെ ഇന്ത്യ ടുഡേയുടെ അസോസിയേറ്റ് എഡിറ്റർ MG രാധാകൃഷ്ണൻ എന്നിവർ ചേരുന്നു. ആദ്യം പി രാജനിലേക്ക്. നിലവിലുള്ള യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാണോ ഈ സർവേകൾ? യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. എല്ലാ സർവേയും ഒരേ രീതിയിൽ കണക്കാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ പോലെ നടത്തിയിട്ട് കാശ് കൊടുത്ത് അനുകൂലമായ ഒരു ഫലമുണ്ടാക്കുന്ന രീതിയിൽ വേണമെങ്കിൽ സർവേ നടത്തി തരാം എന്ന് ഒരു സ്ഥാപനം പറഞ്ഞത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സർവേകളും അതേ രീതിയിലാണ് നടത്തുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സർവേ ഇന്ത്യയെ പോലെയുള്ള വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണ്ണയിക്കുന്നതിന് സർവേകൾക്ക് അമിത പ്രാധാന്യമില്ല. ഏറി വന്നാൽ ഒരു ചൂണ്ടുപലക എന്ന് പറയാനേ പറ്റൂ. 15,000 പേരുടെ അഭിപ്രായം ശേഖരിച്ചാൽ തന്നെ എത്രയോ തുച്ഛമായ ഒരു ശതമാനം വോട്ടർമാരെ അതിനകത്ത് വരുന്നുള്ളൂ. അതിൻ്റെ സാമ്പിളിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ്, ഇത് പ്രായം, ജെൻഡർ, അത് സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസം, വരുമാനം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോറിലേറ്റ് ചെയ്യുക എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്സ് തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തി അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കുന്നത് എളുപ്പമുള്ളൊരു കാര്യമില്ല. തെറ്റിയിട്ടുണ്ട്, അടുത്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു സർവേ ഏറ്റവും അടുത്ത് വന്നു എന്ന് പറയുന്നത് പിണറായി റോയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സർവേയാണ്. അത് തന്നെ സൂക്ഷ്മാംശങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തെറ്റാണെന്ന് കാണാം. മൊത്തം ഫലം ഏറെക്കുറെ അടുത്ത് വന്നു എന്നല്ലാതെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കുമ്പോഴോ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ കണക്ക് നോക്കുമ്പോഴോ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വിശദാംശങ്ങളിൽ അങ്ങനെ സർവേ ശരിയായിരുന്നില്ല. ഇന്ത്യയിൽ മൊത്തം ഇത് ഒരു കൗതുക വാർത്തയിൽ കവിഞ്ഞ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. MG രാധാകൃഷ്ണൻ, ശാസ്ത്രീയമായ ഏതെങ്കിലും തരത്തിലുള്ള അടിത്തറയുണ്ടോ ഈ സർവേ ഫലങ്ങൾക്ക്, വിശേഷിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വരുന്ന സർവേ ഫലങ്ങൾക്ക്? തീർച്ചയായും. നേരത്തെ രാജേട്ടൻ പറഞ്ഞ പോലെ സർവേകൾ പലതരത്തിലുണ്ട്. അതിൽ സർവേ വളരെ ശാസ്ത്രീയമായി നടത്തുകയും യാഥാർത്ഥ്യത്തിനോട് അടുത്ത് നിൽക്കുന്നതും യാഥാർത്ഥ്യം കൂടുതൽ പുറത്തു കൊണ്ടുവരുന്നതുമായിട്ടുള്ള സർവേകൾ ധാരാളം നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ശാസ്ത്രീയമായ അടിത്തറയില്ലാത്തതും മനഃപൂർവ്വം അല്ലാതെയോ തെറ്റുകൾ വരുത്തുന്നതും ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് അനുഗുണമായി നിൽക്കുന്നതും അവരുടെ പണം പറ്റി നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സർവേകളുണ്ട്. അത് ഏതൊരു സ്ഥാപനവും ജനാധിപത്യത്തിൽ ഉണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ കുറേയൊക്കെ ചീമുട്ടകളുണ്ടാകും, കുറേയൊക്കെ മോശമായത് ഉണ്ടാവും. അതല്ലാതെ സർവേകളെല്ലാം അടച്ചാക്ഷേപിക്കുന്നത് യാതൊരു അർത്ഥവുമില്ലാത്തൊരു വ്യായാമമാണെന്ന് മാത്രമല്ല, അത് അറിയാനും അറിയിക്കാനുമുള്ള മൗലികാവകാശത്തിൻ്റെ ലംഘനവുമായിരിക്കും സർവേകളെ നിരോധിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ സർവേകൾ എല്ലാ ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളിലും ഉള്ള ഒരു പ്രതിഭാസമാണ്, ഒരു പ്രവർത്തന രീതിയാണത്. അത് കൂടുതൽ റെഗുലേറ്റ് ചെയ്യേണ്ടതും കൂടുതൽ കൂടുതൽ സുതാര്യമാക്കേണ്ടതും ഒക്കെയാണ്. റെഗുലേറ്റ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ചില നിയമങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യയിലുണ്ട്. ഒരു പക്ഷേ ഇനിയും അത് കൂടുതൽ സുതാര്യവും കൂടുതൽ ശാസ്ത്രീയവും കൂടുതൽ സമഗ്രമാക്കുന്നതിന് വേണ്ടിയുള്ള റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ വരുത്തുന്നതിൽ തെറ്റുമില്ല. പി രാജൻ, 2006 LDF അനുകൂല സർവേ പുറത്തു വന്നപ്പോൾ ഇന്ന് പിണറായി വിജയൻ കാണിച്ച പോലെ തന്നെ അസ്വസ്ഥത അന്ന് രമേശ് ചെന്നിത്തല കാണിക്കുകയുണ്ടായി. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തുന്ന കർസേവയാണ് തെരഞ്ഞെടുപ്പ് സർവേകൾ എന്നാണ്. രാഷ്ട്രീയമായി സർവേകൾ അനുകൂലമാകുമ്പോൾ മൗനം പാലിക്കുകയോ അതല്ലെങ്കിൽ അതിനെ അനുകൂലിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നു. എതിരാവുമ്പോൾ വളരെ ശക്തമായി രാഷ്ട്രീയ നേതൃത്വം രംഗത്ത് വരുന്നു. അത് സ്വാഭാവികമാണല്ലോ. അതിലത്ര വലിയ ഒരു തെറ്റോ ഒന്നും പറയാനില്ല. സ്വാഭാവികമായും അനുകൂലമായ പ്രചരണം, മുതലെടുപ്പ് നടത്താൻ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കും. അല്ലാത്തപ്പോൾ അതിലൊന്നും വിശ്വസനീയത ഇല്ല എന്ന് പറയും. അത് പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാരും സോണിയാഗാന്ധിയും ഒക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. അതിൽ പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കോർപ്പറേറ്റ് താല്പര്യം എന്ന് പറയുമ്പോൾ ഈ സർവേകൾ നടത്തിക്കുന്നവർ കോർപ്പറേറ്റുകളാണ് എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകളാണെന്നുള്ള നിലയ്ക്ക് ശരിയായിരിക്കാം. അതല്ലാതെ സർവേ നടത്തുന്നതും ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കുന്ന ആവണമെന്നില്ല. ഇത്തരം പ്രൊഫഷണൽ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാവരും തന്നെ സ്വന്തം വിശ്വാസ്യത നഷ്ടപ്പെടുത്താത്ത ഒരു രീതി സ്വീകരിച്ചില്ലെങ്കിൽ തന്നെത്താൻ അത് വില കെട്ട് പോവും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ചില സ്ഥാപനങ്ങളിൽ വിലയില്ലാതെ വരും, ചില സ്ഥാപനങ്ങളിൽ വിലയുണ്ട് എന്ന് തന്നെയല്ല, തെറ്റ് പറ്റിയാൽ തന്നെ അത് എവിടെയാണെന്ന് യഥാർത്ഥ പ്രൊഫഷണൽ സ്ഥാപനം സ്വയം വിലയിരുത്തി അതിൻ്റെ തെറ്റ് മാർജിൻ ഓഫ് എറർ ഏറ്റവും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഡൽഹിയിലെ CSDSന്റെ സ്ഥാപകൻ രജനി കോത്താരിയാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേകൾ ആവിഷ്കരിച്ചത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പഠനമായിരുന്നു, ശാസ്ത്രീയ പഠനമായിരുന്നു, ജയപരാജയങ്ങളായിരുന്നില്ല അതിൽ കേന്ദ്രീകരിച്ചിരുന്നത്. പിന്നീട് ടെലിവിഷൻ ചാനലുകൾ, ദൂരദർശനിലടക്കം, പിന്നീട് സാറ്റലൈറ്റ് ചാനലുകൾ അതിൻ്റെ കൗതുകമായി ജയപരാജയങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെട്ടു. പിന്നീട് അത് മാർക്കറ്റ് താല്പര്യമുണ്ടാകുന്നു. അത്തരത്തിൽ സർവേ ഗ്രൂപ്പുകളിലടക്കം മാർക്കറ്റ് ഗ്രൂപ്പുകൾ കൂടി പിടിമുറക്കുന്നു. അത്തരത്തിലുള്ള ഈ പിണറായി വിജയന്റെ ഇന്നത്തെ ആരോപണത്തെ അത്ര ലാഘവ ബുദ്ധിയോടെ തള്ളാൻ കഴിയുമോ? ലാഘവബുദ്ധിയോടെ തള്ളണം എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ളത് കൊണ്ട്, അതായത് ചില സർവേകൾ അങ്ങനെ പിന്നെ പണം കൊടുത്ത് നടത്തി. ഇപ്പോൾ അടുത്ത കാലത്ത് ഡൽഹിയിലെ ഒരു ഹിന്ദി ചാനൽ പുറത്തു കൊണ്ടുവന്ന ഇന്ത്യയിലെ 11 ഇലക്ഷൻ പോൾ സർവേ സ്ഥാപനങ്ങൾ ഇതുപോലെ പണം പറ്റി ചെയ്യുന്നുണ്ടെന്ന് അവരൊരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ തെളിയിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളിലും ഇതൊരു പുതിയ പ്രധാനപ്പെട്ട ഒരു രീതിയായിട്ട് വന്നു കഴിഞ്ഞു. അതിലൊരു തെറ്റുമില്ല. കാരണം പബ്ലിക് ഒപ്പീനിയൻ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പൊതു അഭിപ്രായങ്ങൾ ശേഖരിക്കുക എന്ന് പറയുന്നത് തികച്ചും നിയമവിധേയമായിട്ടുള്ള ജനാധിപത്യപരമായ പ്രവർത്തനമാണ്. അത് മറ്റുള്ളവരെ അറിയിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായ പ്രവർത്തനമാണ്. ഒരു വ്യക്തിക്ക്, ഒരു പൗരന് മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുന്നു എന്നറിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ന്യായമായിട്ടുള്ള അവകാശമാണ്. മൂന്നാമത് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, പലപ്പോഴും ജനാധിപത്യ സമൂഹത്തിൽ ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ അഭിപ്രായം മാത്രം പൊതു അഭിപ്രായമായി പിന്നെ സമൂഹത്തിന് മുമ്പിൽ വരുന്നത് പതിവാണ്. കാരണം പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ ശക്തിയുള്ളവർ, അല്ലെങ്കിൽ സാമുദായിക സംഘടനകളിൽ ശക്തിയുള്ളവർ, പണം കൊണ്ടും ആളും അർത്ഥവും കൊണ്ട് ശക്തിയുള്ളവർ, ഇവരുടെയൊക്കെ അഭിപ്രായം മാത്രം പബ്ലിക് ഒപ്പീനിയനായിട്ട് വരുന്ന സമയത്ത് താരതമ്യേന ശാസ്ത്രീയമായിട്ടെങ്കിലും കൂടുതൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം, ഒരു പൊതു അഭിപ്രായം ശേഖരിക്കുന്ന തരത്തിലുള്ള സർവേ, അതിൽ നല്ല സർവേ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ആ ശരിയായ സർവേകളിലൂടെ അതങ്ങനെ പുറത്തു വരുന്നത് വളരെ നല്ല കാര്യമാണ്, കൂടുതൽ ആരോഗ്യകരമാണ്. സ്വയം അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ദിശാസൂചികൾ എന്താണെന്ന് അറിയാനും ഒക്കെയുള്ള ഒരു നല്ല മാർഗ്ഗമാണ് നന്നായി നടത്തുകയാണെങ്കിൽ. പിന്നെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ അമേരിക്കയിലും മറ്റും പലപ്പോഴും പല പത്രസ്ഥാപനങ്ങൾ തന്നെയാണ്, മാധ്യമ സ്ഥാപനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ചിലയിടത്തൊക്കെ ഇപ്പോൾ AC നിൽസൺ പോലെയുള്ള കമ്പനി മാർക്കറ്റ് സർവേ നടത്തുന്നവരാണ്, ഇതും നടത്തുന്നവരാണ്. അതുകൊണ്ടൊന്നും തെറ്റില്ല. പക്ഷേ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിൽ ഇവിടെ കർശനമായിട്ടുള്ള ചില നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയും. താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, തെരഞ്ഞെടുപ്പ് സർവേകൾ അത് എത്രത്തോളം ശരിയാണ്, അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ മാറ്റി വെക്കാം. പക്ഷേ സർവേകൾ നടത്തുന്ന ഗ്രൂപ്പിൻ്റെ വിശ്വാസ്യത, സർവേയുടെ രീതിശാസ്ത്രമടക്കം അത് ജനങ്ങൾ അറിയുന്നില്ല പലപ്പോഴും. അത് സീഫോളജി അടിസ്ഥാനമാക്കിയുള്ള ഈ സർവേകളുടെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അത് വളരെ വികസിതമായിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഏറെക്കുറെ വിശ്വാസയോഗ്യമായ രീതിയിൽ ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പെയ്ഡ് ന്യൂസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പ്രതിഭാസം പുറത്തു വന്നു. അത് എപ്രകാരമാണോ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ബാധിച്ചത്, അതിനേക്കാൾ മോശമായ രീതിയിലാണ് പണം നൽകിയാൽ ഏത് രീതിയിലുള്ള സർവേ, പണം നൽകുന്നവൻ്റെ താല്പര്യപ്രകാരം സർവേ ഫലം രൂപപ്പെടുത്തി കൊടുക്കും എന്ന് പരസ്യമായി പറയുമ്പോൾ അതാണല്ലോ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ മൊത്തം വിശ്വാസ്യത ഇല്ലാതെയാകുന്നു എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നമ്മുടെയൊക്കെ നിലപാടുകൾ സാധാരണ ജനങ്ങൾ എപ്രകാരം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ പ്രവർത്തനത്തെ വികലമാക്കുന്ന, പങ്കിലമാക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ എപ്രകാരമാണോ പെയ്ഡ് ന്യൂസ് എന്ന ആ ദുഷ്പ്രവണതയെ അമർച്ച ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഒരു ഇടപെടൽ ഈ വിഷയത്തിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏജൻസികളുടെ പ്രവർത്തനം എപ്രകാരം സുതാര്യവും വിശ്വസനീയമാക്കാൻ കഴിയും എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പി രാജൻ, ഒരു ഘട്ടത്തിൽ എക്സിറ്റ് പോള് ഇലക്ഷൻ കമ്മീഷൻ നിരോധിക്കുകയുണ്ടായി. വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ.
അതിന് പിന്നിൽ മാർക്കറ്റ് താല്പര്യമോ സ്ഥാപിത താല്പര്യമോ ഉണ്ടാകാം എന്ന തിരിച്ചറിവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ തെറ്റായ രീതിയിൽ തെറ്റായ പ്രവണത തെരഞ്ഞെടുപ്പ് സർവേകളിൽ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ ഫലപ്രദമായി ഇടപെടേണ്ട സമയം കൂടി ആയിട്ടില്ലേ? സംശയമില്ല അതിനകത്ത്. തെറ്റായ രീതിയിൽ ഇപ്പോൾ സ്റ്റിംഗ് ഓപ്പറേഷൻ ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അത് ആവർത്തിക്കുകയും ചെയ്തു. ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കാവുന്ന ഒന്നായി മാറി എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത സ്വയം നഷ്ടപ്പെട്ടു. പക്ഷേ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ആളുകൾ അതിന് അമിത പ്രാധാന്യം ഇപ്പോൾ കൊടുക്കാതെയുമായിട്ടുണ്ട്. ഇതൊരു കൗതുക വാർത്ത പോലെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ ഒരുമാതിരി വിവരമുള്ളവർ. പക്ഷേ ജയിക്കുന്നവരുടെ കൂടെ നിൽക്കണം എന്ന ചിന്താഗതി പൊതുവെ സാധാരണ വോട്ടർമാർക്ക് ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് എക്സിറ്റ് പോളെല്ലാം നടത്തിക്കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലും അത് സ്വാധീനിക്കപ്പെടും. ഒരു ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞ പ്രൊപ്പഗാൻഡയുള്ള ഒരു തിയറി ഉണ്ട്. ഇതാ അപ്പുറത്തെ ലക്ഷ്മിക്കുട്ടി വാങ്ങിച്ചു, ഇപ്പുറത്തെ മേരിക്കുട്ടി വാങ്ങിച്ചു, ഇനി എന്താ നീ താമസിച്ച് നിൽക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന കച്ചവട താല്പര്യങ്ങളുണ്ടല്ലോ ചില സാധനങ്ങൾക്കും. അതേ രീതിയിൽ തന്നെ ഇത് സ്വാധീനിക്കും ആളുകളെ എന്നൊരു ചിന്തയുണ്ട്. അത് 100% നിഷേധിക്കാൻ പറ്റുന്ന കാര്യമില്ല. ആളുകൾ ഇപ്പോഴും വിജയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ പ്രകാരം ഇന്ന ആളുകൾക്കാണ് കൂടുതൽ ഭൂരിപക്ഷം കിട്ടുക എന്ന് തോന്നിയാൽ ചാഞ്ചാടി നിൽക്കുന്നവർ ആ വിജയിക്കുന്ന ഭാഗത്തേക്ക് ചായുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് നിരോധിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും ശാസ്ത്രീയമായിരിക്കണം, സുതാര്യമായിരിക്കണം. എന്ത് ചോദ്യമാണ് ചോദിക്കുന്നതെന്നുള്ളത് കൂടി പലപ്പോഴും ഉത്തരത്തെ സ്വാധീനിക്കുന്നുണ്ട്, എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതും. യെസ്, വിപിൻ ലാൽ എന്നൊരു പ്രേക്ഷകൻ കോട്ടയത്ത് നിന്നും ചേരുന്നു. വിപിൻ, താങ്കളുടെ അഭിപ്രായം? സർവേകളെ പെയ്ഡ് ന്യൂസ് ഗണത്തിൽപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ എം ജി രാധാകൃഷ്ണൻ, വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ജയപരാജയങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർണ്ണയിക്കുന്നത്. അവരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവരെ ആശങ്കപ്പെടുത്താൻ ഇത്തരം സർവേകൾക്ക് ഇടയാക്കുന്നുണ്ടോ? അല്ല, ഇത് സംബന്ധിച്ച് നേരത്തെ രാജേട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നേരത്തെ അതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജയിക്കുമെന്ന് തോന്നുന്നവരോടൊപ്പം കൂടുക എന്നുള്ള മനുഷ്യ സഹജമായിട്ടുള്ള ഒരു രീതി. പക്ഷെ അതൊരു വളരെ ചെറിയ ശതമാനത്തിന് മാത്രമാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല. അതായത് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും സോഷ്യോളജിസ്റ്റുകളും ഒക്കെയാണ് ഈ ബാൻഡ് വാഗൺ എഫക്റ്റിനെ പറ്റി പറഞ്ഞത്. കൃത്യമായ കണക്കുകൾ അനുസരിച്ച് ബാൻഡ് വാഗൺ എഫക്റ്റ് കൃത്യമായി കണക്കെടുത്തിട്ടൊന്നുമില്ല. പക്ഷേ അതങ്ങനെ പറയുന്നുള്ളൂ, ശരിയാവാം. പക്ഷേ അതൊരു ചെറിയ പങ്ക് മാത്രമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വളരെ കൃത്യമായ ഉദ്ദേശത്തോടെയും ലക്ഷ്യത്തോടെയും പക്ഷം പിടിച്ചും ജനങ്ങളെ ആകർഷിക്കാനും ജനങ്ങളെ അഭിപ്രായം മാറ്റാനും ചില സ്ഥാനാർത്ഥികളും ചില പാർട്ടികളെയും സഹായിക്കാനും ഒക്കെ സ്വതന്ത്ര പത്രങ്ങൾ തന്നെ ധാരാളം ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ജനാധിപത്യത്തിൽ അതൊരു വലിയ തെറ്റൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് വേണ്ടത് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് 8-10 വർഷമായിട്ട് ഇതിൻ്റെ ചർച്ച സംവാദം നടക്കുന്നുണ്ട് ഇതിൻ്റെ സാധ്യതയെ പറ്റി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റുകളാണ് അത് ആലോചിക്കേണ്ടത്, നിയമമല്ലാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് 48 മണിക്കൂറിന് മുമ്പ്, പോളിങ്ങിന് 48 മണിക്കൂർ മുമ്പ് ഫലം പ്രഖ്യാപിക്കരുത്. എക്സിറ്റ് പോൾ പോലും എല്ലാ അവസാനത്തെ വോട്ടർ പോലും വോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പാടുള്ളൂ. ഡിഫേർഡ് ഇലക്ഷനിൽ പാടില്ല എന്ന കുറേ നിയമങ്ങൾ ഇപ്പോഴും ഉണ്ട്. വേണമെങ്കിൽ ഇനിയും നിയമം ഉണ്ടാക്കാം. ആ നിയമം ഉണ്ടാക്കാൻ പ്രസ് കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്മീഷൻ ഇതുപോലെയുള്ള പ്രസ് കൗൺസിൽ മുതലായ സ്ഥാപനങ്ങളെ കൊണ്ട് നമുക്ക് സമഗ്രമായ ഒരു നിയമം കൊണ്ടുവന്ന് അതിൻ്റെ നിയന്ത്രണങ്ങൾ, അതിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇതൊക്കെ രൂപീകരിക്കാവുന്നതാണ്. പക്ഷേ പെയ്ഡ് ന്യൂസ് ഉള്ളതുകൊണ്ട് പത്രപ്രവർത്തനമേ വേണ്ട എന്ന് പറയുന്ന പോലെ ആയിരിക്കും പെയ്ഡ് സർവേകളുണ്ട്, സർവേകളെ വേണ്ട എന്ന് പറയുന്ന അഭിപ്രായം. യെസ്, ലാൽ കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. ലാൽ, താങ്കളുടെ അഭിപ്രായം? ഹലോ, പറഞ്ഞോളൂ. നിങ്ങളിപ്പോൾ പെയ്ഡ് ന്യൂസിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ നടക്കുന്ന പരിപാടിയും പെയ്ഡ് ന്യൂസ് ആണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം പിണറായി വിജയൻ വിഷമിച്ചിരിക്കുന്ന ഒരു വലിയ ഫോട്ടോ നിങ്ങൾ നിങ്ങളുടെ ക്യാപ്ഷന്റെ കൂടെ കൊടുത്തിരുന്നതിന് അത് നിങ്ങളുടെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയില്ല, ഇന്ത്യ വിഷന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു പെയ്ഡ് ന്യൂസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സെബാസ്റ്റ്യൻ പോൾ, സർവേ നടത്തുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ രാജീവ് ഗാന്ധി വധമുണ്ടായ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് സർവേകളെല്ലാം കോൺഗ്രസ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം രാജീവ് വധമുണ്ടാകുന്നു, വലിയ തോതിൽ ഒരു മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിയുന്നു, കേരളത്തിലടക്കം. അതുകൊണ്ട് സമയം വളരെ പ്രധാനപ്പെട്ടതാണ് സർവേ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രീ പോൾ സർവേകളും പോസ്റ്റ് പോൾ സർവേകളും തമ്മിലുള്ള ഫലത്തിലടക്കം തന്നെ വലിയ തോതിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അത് തീർച്ചയായിട്ടും ഈ എത്ര സർവേ ഫലങ്ങൾ പുറത്തു വന്നാലും ഒരു ബഹുഭൂരിപക്ഷ ജനങ്ങളുടെയും നിലപാടിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അവർ ഏത് സാഹചര്യത്തിലും അവർ ഉറച്ചു നിൽക്കുകയും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ വോട്ട് ആ രീതിയിൽ വരികയും ചെയ്യും. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ
ഒരു വോട്ടറെ സംബന്ധിച്ച് ആ അവസാന നിമിഷം അയാൾ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്ന ആ നിമിഷം ഉണ്ടാകുന്ന ഒരു സംഭവം പോലും അയാളെ സ്വാധീനിച്ചു, അയാളുടെ നിലപാടുകൾക്ക് മാറ്റം വരുത്താൻ സഹായകമായി തീരുന്ന അവസ്ഥ ഉണ്ടാക്കും. അങ്ങനെ ഒരു അവസ്ഥ, അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ഒരു അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നതിനേക്കാൾ ഉപരിയായി ഇപ്രകാരത്തിലുള്ള കളവ്, പെയ്ഡ് ന്യൂസ് തെറ്റാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പെയ്ഡ് സർവേ അത് തെറ്റാണ്. എല്ലാ രീതിയിലുള്ള സർവേകൾ ഇപ്പോൾ TV ചാനലുകളുടെ ടാം അതിലൊക്കെ വരുന്ന അവിടെ ഉണ്ടാകാമല്ലോ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത വിവരങ്ങളല്ല നമുക്ക് കിട്ടേണ്ടത്, ജനങ്ങൾക്ക് കിട്ടേണ്ടത്. മാനിപ്പുലേഷൻ ഇല്ലാതെ സ്വാഭാവികമായി അതിൻ്റെ എല്ലാ വിശുദ്ധിയോടുകൂടി ആണ് വാർത്തയും വിവരവും ജനങ്ങൾക്ക് ലഭിക്കേണ്ടത്. അതിലുള്ള പണത്തിൻ്റെ ഈ ഇടപെടൽ, അതാണ് അനാശാസ്യ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് തടയുന്നതിനുള്ള നിയമപരമായ മാർഗത്തെക്കുറിച്ച് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. യെസ്, പി രാജൻ, ശാസ്ത്രീയമായി സുതാര്യമായാണ് സർവേ നടത്തുന്നത് എന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? അതിനുള്ള സംവിധാനം നിലവിലുണ്ടോ ഇന്ത്യയിൽ, കേരളത്തിൽ? ഇന്നത്തെ സംവിധാനം പോരാ, അപര്യാപ്തതകളുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അവനവനോട് തന്നെ സത്യസന്ധത പാലിക്കുകയാണ് വേണ്ടത്. തെറ്റായ വിവരം ഒരിക്കൽ ഈ ആർക്കെങ്കിലും വേണ്ടി കാശ് മേടിച്ച് സർവേ നടത്തി കഴിഞ്ഞാൽ ആ രീതിയിൽ സർവേ നടക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ സർവേക്ക് എന്ത് വിലയാണുള്ളത്? അതേസമയം തന്നെ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഇത് 100% നിരോധിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റവർ ചെയ്ത പോലെ ഞാനും ചെയ്യും എന്ന് പറഞ്ഞ ഇഫക്റ്റ് 100% ഇല്ല. നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച രാജീവ് ഗാന്ധി വധം തന്നെ നോക്കൂ. ദക്ഷിണേന്ത്യയിൽ മാത്രമേ അതിൻ്റെ പേരിൽ വോട്ട് കൂടിയുള്ളൂ. ഉത്തരേന്ത്യയിൽ അപ്പോഴും തോൽക്കുകയാണ് ചെയ്തത്, ഈ മരിച്ച് ശവം ചൂടാറാതെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും. ഇവിടെ കുറേ പേര് എന്നിട്ട് ഇല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അവനവനോട് തന്നെ സത്യസന്ധത ഇല്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിക്കുക, അല്ലെ ചെയ്യാതിരിക്കുകയും, അങ്ങനെ സാധ്യതയില്ലാത്തതുകൊണ്ട് പ്രസ് കൗൺസിലായാലും അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി ആയാലും അവരൊക്കെ അതിന് കുറേ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇലക്ഷൻ കമ്മീഷൻ കുറേ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാൻഡ് വാഗൺ തിയറി ഉള്ളത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ എക്സിറ്റ് പോൾ തുടങ്ങി പ്രസിദ്ധീകരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് സത്യസന്ധമല്ലെങ്കിൽ അതിനിപ്പോഴും ഒരു കൗതുക വാർത്തയുടെ ഫലമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, സെബാസ്റ്റ്യൻ പോൾ, സർവേകളെ കുറ്റപ്പെടുത്തുന്നു, ശാസ്ത്രീയമായിട്ടാണോ അതിൻ്റെ പഠനം എന്ന തരത്തിലുള്ള ആശങ്കകളും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഉയരുമ്പോൾ തന്നെ ഏതെല്ലാമോ ഘട്ടത്തിൽ ഈ സർവേകളെല്ലാം ശരിയായി വരുന്നുണ്ട്. ഭൂരിപക്ഷം സർവേകളും വളരെ ചെറിയ ഒരു അംശം മാത്രമാണ് തെറ്റായി വന്നിട്ടുള്ളത്. ഈ സമീപകാലത്ത് കേരളത്തിലെ സർവേകൾ തന്നെ C4-ൻ്റെ ആയാലും CNN IBൻ്റെ ആയാലും NDTV ആയാലും അതെല്ലാം UDF അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്ന് തന്നെയാണ് ആ സർവേകളെല്ലാം പറയുന്നത്. സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം അത് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും അടക്കം വിലക്കയറ്റം പോലുള്ള നീറുന്ന പ്രശ്നങ്ങൾ, ആ അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും വോട്ടർമാരെ സ്വാധീനിക്കുന്നില്ല എന്നാണ് ഈ സർവേകൾ പറയുന്നത്. അല്ല, അത്തരത്തിലുള്ള സർവേകൾ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലതാണ്. തങ്ങളുടെ പ്രചരണം ഏത് ദിശയിൽ പോകുന്നു, അത് ജനങ്ങളെ, വോട്ടർമാരെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒരു ഏകദേശ ധാരണ ലഭിക്കുന്നതിനും ഇത് സഹായകമാകും. അങ്ങനെ വേണമെങ്കിൽ അതിനൊരു സംശുദ്ധി ഉണ്ടാവണം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് മാനിപ്പുലേഷൻ, പണം വാങ്ങി എല്ലാം ഏത് രീതിയിലുള്ള റിപ്പോർട്ട് നൽകുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആരോപണ വിധേയമായ വോട്ടറാണ് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അവർക്ക് 10 സീറ്റാണ് പ്രവചിച്ചത്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് അവിടെ 29 സീറ്റ് ലഭിച്ചു, 3 മടങ്ങ് സീറ്റ് ലഭിച്ചു. അപ്പോൾ ഇതിന് സർവേയുടെ എന്താ വിശ്വാസ്യതയുള്ളത്? അപ്പോൾ ഇതിനൊരു ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ അനുവദിക്കാവുന്ന ഒരു എറർ, എലമെന്റ് ഓഫ് എറർ, പെർസെൻറ്റേജ് ഓഫ് എറർ അല്ലല്ലോ അവിടെ സംഭവിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ 10 സീറ്റ് 29 മാറില്ലായിരുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് സത്യസന്ധമായി വിവരങ്ങൾ നൽകുകയാണെങ്കിൽ എന്താണ് ഈ കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ, ഓരോ പ്രദേശത്തെയും അവസ്ഥ, വോട്ടർമാർ എവിടെ നിൽക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, അവരെ ഏത് കാര്യങ്ങൾ സ്വാധീനിക്കുന്നു, അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ LDF-നും UDF-നും അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്കും കഴിയുമെങ്കിൽ അവിടെയാണ് ഈ സർവേകളുടെ പ്രയോജനം ഉണ്ടാകേണ്ടത്. ആ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്രയേറെ നമ്മളിതിനെ വിമർശിക്കുന്നതിന് ഇടയാക്കുന്നത്. ശ്രീ MG രാധാകൃഷ്ണൻ, മറ്റെല്ലാ പോരായ്മകളും മാറ്റിവെക്കാം. കന്നി വോട്ടർമാർ, ലിംഗഭേദമന്യേ ഉള്ള വോട്ടർമാർ, തൊഴിലാളികൾ, തൊഴിലില്ലാത്തവർ, അങ്ങനെ വ്യത്യസ്ത ചേരികളിലുള്ള ജനവിഭാഗങ്ങൾ, അവർ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇക്കുറി എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയുക എന്നത് ജനാധിപത്യ സംവിധാനത്തിൽ, അത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിനടക്കം അത് ഗുണകരമായ ഒരു വശം കൂടിയില്ലേ അതിൽ?
ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ നയങ്ങളെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ മാറിയ പിന്നെ ആലോചന രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തീർച്ചയായിട്ടും പിന്നെ അറിയാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാൻ ഇത് വളരെയധികം സഹായകമാണെന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ അവർക്ക് ഇഷ്ടമല്ലാത്ത സർവേ വരുമ്പോൾ അത് മോശമാണെന്നും അല്ലാത്തപ്പോൾ കൊള്ളാമെന്നും പറയാം. ഇവിടെ UDF ഭൂരിപക്ഷം ആണ് പല സർവേകളും പ്രവചിക്കുന്നതെങ്കിലും ഇന്ന് ഇന്ത്യയിൽ സർവേകൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണ്. കാരണം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടത് കോൺഗ്രസ് മാത്രമാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. അതേസമയത്ത് BJP ഒന്നും യാതൊരു പരിഷ്കരണം പോലും വേണ്ട എന്ന് പറയുന്നു. ഇടതുപക്ഷ പാർട്ടികൾ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം സ്വന്തം രാഷ്ട്രീയ പിന്നെ താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷേ നേരത്തെ രാജേട്ടൻ പറഞ്ഞ പോലെ ഇതിനിപ്പോൾ ഒരു സമിതിയില്ല, ഇതിനെ ഒരു മേൽനോട്ട സമിതി, ഇതിനെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള ഒരു പ്രസ് കൗൺസിൽ പോലെയോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് കൗൺസിൽ പോലെയോ ഒരു സമിതി ഇത് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ പങ്കാളിത്തത്തോടു കൂടി. ഇപ്പോൾ യോഗേന്ദ്ര യാദവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായിട്ടുള്ള സെഫോളജിസ്റ്റ്, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുള്ള അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നിർബന്ധിക്കണം ഓരോ സർവേയെ പറ്റിയും. അതായത് ആരാണ് നടത്തുന്നത്, ആരാണ് ഉടമസ്ഥര് സർവേ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ, സ്പോൺസർ ചെയ്യുന്നത് ആരാണ്, അതിൻ്റെ വിശദാംശം, സാമ്പിൾ സൈസ് എന്താണ്, സാമ്പിളിങ്ങിൻ്റെ ടെക്നിക്ക് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചോദ്യാവലി എത്തിക്കുന്നവരുടെ സാമൂഹ്യ സ്വഭാവ രാഷ്ട്രീയം എന്താണ്, അവരുടെ സമുദായം എന്താണ്, ലിംഗം എന്താണ്, പ്രായം എന്താണ്, എങ്ങനത്തെ തരം ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങളുടെ ഫ്രീക്വൻസി എങ്ങനെയാണ്, അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ്, ഈ റോ വോട്ട് ഷെയർ എന്താണ്, അതെങ്ങനെയാണ് വോട്ടായിട്ട് മാറ്റുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായ ശാസ്ത്രീയമായി ചെയ്യാൻ പറ്റും. അതിന് ഒരു നിയന്ത്രണത്തിന് നടത്താനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു സമിതിയുടെ പിന്നെ ആവശ്യം വളരെ വളരെ അടിയന്തരമായി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സർവേകൾക്ക് പിന്നിൽ സ്ഥാപിത താല്പര്യമോ എന്നാണ് ഓട്ടണ്ടൊക്കെ ചർച്ച ചെയ്തത്. അതേ എന്ന് 80% പേർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത P. രാജൻ, MG രാധാകൃഷ്ണൻ, സെബാസ്റ്റ്യൻ പോൾ. മറ്റൊരു വിഷയമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.